ഹലോ ഡിയേഴ്സ്, നമ്മൾ തുടങ്ങുകയാണ്. ഇത്തവണ പബ്ലിക് എക്സാം നമ്മൾ അങ്ങ് തൂക്കിയിരിക്കും. കാരണം ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വരെ A+ ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്തിനേറെ പറയണം, 16 മാർക്കുമായിട്ട് +2 ഫിസിക്സ് ഫെയിലായവരെ വരെ ഞാൻ 40-നടുത്ത് മാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം ആ എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഇത്തവണ ഓരോ ചാപ്റ്ററിലും ഇതുപോലെ ട്രിക്കുകളും കോഡുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ പബ്ലിക് എക്സാം, മോഡൽ എക്സാം, എക്സാമിലെ ക്വസ്റ്റ്യൻസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ്: ഫെറോ മാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം. ഇത് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട. ഇതിനകത്ത് ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഞാൻ ഇതിനകത്ത് എൻ്റെ പേന എടുക്കട്ടെ. ഫെറോ മാഗ്നറ്റിസം എന്താണ്? നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിലോട്ട് പോകാം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിലെ ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ കാന്തമായി മാറാനുള്ള ഒരു താല്പര്യമുള്ള വസ്തുവാണ്. അപ്പോൾ അതിനെന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്തായിരിക്കും? ഹൈ ആൻഡ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഹൈ ആൻഡ് പോസിറ്റീവ് ആണ്. അത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്? അയേൺ ആൻഡ് കൊബാൾട്ട് ആണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് അതിനകത്ത് മാച്ചിങ് വരുന്നത്. പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ കാന്തമായി മാറുവാൻ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളാണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഏതാണ് അതിനകത്ത്? അലൂമിനിയവും കാൽഷ്യവുമാണ് അതിനകത്ത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് അതിൻ്റെ മാച്ചിങ് വരുന്നത്. ഇനി ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അവർക്ക് കാന്തമായി മാറാൻ താല്പര്യമില്ല. അപ്പം ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ കാന്തമാകണ്ട, എനിക്ക് കാന്തമാകണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതേത് മെറ്റീരിയലാണ്? അപ്പം അത് ലെഡ് ആൻഡ് ബിസ്മത്ത്, Pb and Bi. ഓക്കെ. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, അവർക്ക് കാന്തമായി മാറാൻ താല്പര്യമില്ല. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് പോസിറ്റീവ്. അപ്പം ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പൂരമാണ്. ഫെറോ പരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയാമാഗ്നറ്റിസം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം അതിനകത്ത് പിന്നീട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ എന്ന് പറയുമ്പം ഇതിനകത്ത് സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള $1 ബില്യൺ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്താണ് നമുക്ക് ഗോസസ് ലോ പറയുന്നത്? എടാ, ഞാൻ സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ വരെ പറഞ്ഞുതരാം. ഇതിനകത്ത് ഇതുപോലെ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്രയും സിമ്പിളാക്കിയിട്ട് അതിനകത്ത് പലതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പലപ്പോഴും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടേ പോകുള്ളൂ. വെറുതെ അല്ല നമുക്ക് റിസൾട്ടുകൾ വന്നിട്ടുള്ളത്. നമ്മുടെ മുൻ വർഷങ്ങളിലെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ നോക്കുക. നമ്മൾ വളരെ അടപടലം പൊട്ടിയവരെ വരെ മികച്ച റിസൾട്ടിലോട്ട് എത്തിച്ചിട്ടുള്ളവരാണ്. ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വരെ A+ നേടിക്കൊടുത്തവരാണ്. നമ്മൾ തൂക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണ്? മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അടച്ചു വെച്ച ഒരു സാധനത്തെ അടച്ചു വെക്കുക. ഒരു കാന്തം എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനെ എൻക്ലോസ് ചെയ്യുക, ഫുൾ അടച്ചു വെക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കാന്തം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക്. അതിനകത്ത് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാന്തം എടുക്കുക. എടാ, ഒരു കാന്തം എടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? പോയിട്ട് ഒരു കാന്തം വാങ്ങിച്ചിട്ട് വാ. നോർത്ത് സൗത്ത് ഉണ്ടാവില്ലേ കാന്തത്തിന്? ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ കാന്തത്തെ അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ലൈൻസ് പുറത്തേക്ക് വരൂല. കാരണം എന്താ? നോർത്ത് നിന്ന് ഒരു ലൈൻ പോന്നാൽ അത് സൗത്തേക്ക് പോവും. നോർത്ത് നിന്ന് പോന്നാൽ സൗത്തേക്ക് പോവും. കണ്ടില്ലേ? നോർത്ത് നിന്ന് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് സൗത്തിലോട്ട് കയറും. അപ്പം പുറത്തേക്ക് നെറ്റ് ഫീൽഡ് വരുമോ? നെറ്റ് ഫ്ലക്സ് വരുമോ? ഇല്ല. നെറ്റ് ലൈന് വരുമോ? ഇല്ല. ലൈൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറും. അപ്പം പുറത്തേക്ക് വരുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ നെറ്റ് ഫ്ലക്സ് എന്താണ്? നെറ്റ് ഫ്ലക്സ് 0 ആണ്. അപ്പം എന്താണ് ഗോസസ് ലോ പറയുന്നത്? നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എൻ എൻക്ലോസ്ഡ് സർഫസ് ഈസ് 0. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ B.ds = 0. മനസ്സിലായോ? അപ്പം ഇതിനകത്തെ എന്തുകൊണ്ടാണത്? അത് ഡൈപോൾ മാഗ്നറ്റ് എപ്പോഴും എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക? 2 പോൾ ഉണ്ടാവും. എടാ, ഒരു മാഗ്നറ്റിന് നോർത്ത് മാത്രമായിട്ട് നിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നെറ്റ് ഫ്ലക്സ് ഇങ്ങോട്ട് വരുന്ന ഫ്ലക്സ് അങ്ങോട്ട് കയറും. പക്ഷേ ഒറ്റക്ക് ഒരു പോളായിരുന്നെങ്കിലോ, നോർത്ത് മാത്രമായിരുന്നെങ്കിലോ, നോർത്ത് നിന്ന് ഇങ്ങനെ വരും. അതെ, നോർത്ത് നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ കണ്ടില്ലേ, കുറേ ലൈൻസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ മാഗ്നറ്റിക് മോണോപോൾ എന്ന് പറഞ്ഞ സംഭവമില്ല. ഒരു പോളില്ല, ഡൈപോളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2 പോൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോർത്ത് നിന്ന് പോകുന്നത് ഇങ്ങോട്ട് സൗത്തിലോട്ട് കയറും. അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ ആൻ എൻക്ലോസ്ഡ് സർഫസ് എന്താണ്? 0 ആണ്. അതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഇത് പഠിക്കാണ്ട് പോകണ്ട.
അപ്പം നമുക്ക് അടുത്തത്, അപ്പം ഇതിനകത്ത് മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗോസസ് ലോ ആണെന്ന് മനസ്സിലാക്കുക. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എന്താണ് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കേണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ട് പെർമിയബിലിറ്റി സസെപ്റ്റിബിലിറ്റി എന്നൊക്കെ കേട്ടിട്ട് അങ്ങ് പേടിക്കേണ്ട, നമുക്ക് സെറ്റാക്കാം. നമ്മൾ സെറ്റാക്കാനല്ലേ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കൂ. നമ്മളെ കമൻറ്റിലേക്ക് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. കമൻറ്റിലേക്ക് അല്ലേ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 + സസെപ്റ്റിബിലിറ്റി എന്നാണ്. അപ്പോൾ ഇക്വേഷൻ സെറ്റായോ? എടാ സസെപ്റ്റിബിലിറ്റിയോടെ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പം അതിനകത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി കിട്ടും. μr = 1 + കയ്യം. കണ്ണടച്ചിട്ടൊന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച്. μr = 1 + കയ്യം. സെറ്റല്ലേ? അതെ, അത് 2024 സേക്ക് വന്നതാണ് കേട്ടോ. അപ്പം മറക്കണ്ട. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. കണ്ടോ, ഈ സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി, ഇ ടി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇറ്റികൾ വരും ഇതിനകത്ത്. അപ്പം സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒരു വസ്തുവിന് കാന്തമായി മാറാനുള്ള ആ ഒരു താല്പര്യം, ആ സംഭവം അത് തന്നെ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താണ് ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ? അതിനകത്ത് ഡയ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു എ കൂടിയിട്ടുണ്ടാവും. അത് വേണ്ട, നമുക്ക് ഡയ മതി. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന് കാന്തമായി മാറാനുള്ള താല്പര്യം കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ സസെപ്റ്റിബിലിറ്റി എന്താണ്? നിങ്ങൾ പറയൂ ആൻസർ. സസെപ്റ്റിബിലിറ്റി എന്താണ്? അതിനകത്ത് ഇടയ്ക്ക് ഇവിടെ പേന അതിനകത്ത് ഞാൻ എടുത്തിട്ട് പറയാം. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താടാ? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താടാ? കാന്തമായി മാറാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് ആകില്ലേ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? സ്മോൾ നെഗറ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എവിടെ എൻ്റെ പേനയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് ഡൈപോൾ ഫ്രീ ആണ്. മാഗ്നറ്റിക് ഡൈപോൾ എന്ത് ചെയ്യും? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഡൈപോൾ നിങ്ങളിങ്ങനെ ഒരു ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ നോർത്തും സൗത്തും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങുന്ന പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അതിൽ സ്റ്റോർ ആകും. അതിൻ്റെ ഇക്വേഷൻ എന്താ? അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാനേ ഉള്ളൂ, ഡെറിവേഷൻ ഒന്നുമില്ല. ഒരു മാർക്കല്ലേ ഉള്ളൂ. പിന്നെ അതിനകത്ത് അപ്പം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഡെറിവേഷൻ. എടാ ഡൈപോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കൂ. ഒരു കാന്തം നോർത്ത് സൗത്ത് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാലേ ഇതൊരു കാന്തമാണ് കേട്ടോ. മാഗ്നറ്റിക് ഡൈപോളാണ്. നോർത്ത് സൗത്ത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ കറങ്ങും. മനസ്സിലായില്ലേ? ഈ കാന്തത്തിൻ്റെ ശക്തിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴാണ് ഇതിനകത്ത് എന്താണ് അപ്പം അതിനകത്ത് സ്റ്റോർഡ് അവിടെ എനർജി എന്താണെന്നാണ്. അപ്പം ഈ ഒരു അലൈൻമെൻറ്റ് ഇങ്ങനെ വരുമ്പം അതിനകത്ത് സ്റ്റോർ ആവുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഈ ഒരു ഡൈപോൾ ഇപ്പം സൗത്ത് നിന്ന് നോർത്തേക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഡൈപോളിൻ്റെ ആംഗിളും ഉണ്ടാവില്ല. ഈ ഡൈപോളിൻ്റെ ആംഗിളും ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ആംഗിൾ നോക്കുക ഒരേ. അതിനകത്ത് അപ്പം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇക്വേഷൻ എന്താണ്? -mb cos θ. ഓക്കെ, നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്താ വരിക? ഞാൻ പറഞ്ഞുതരാം. എം എന്നുള്ളിടത്ത് അവിടെ ഇലക്ട്രിക് ഡൈപോൾ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ -PE cos θ ആയിരുന്നു. അപ്പം -P.E എന്നായിരുന്നു. ഇത് -mb cos θ ആണ്. അപ്പം -m.b എന്നാടാ. m.b -m.b cos θ. അപ്പോൾ ഇതെപ്പോഴാണ്? അപ്പം പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? പൊട്ടൻഷ്യൽ എനർജി എന്ന് കണ്ടാൽ എടാ പൊട്ടനല്ല പൊട്ടൻഷ്യൽ എനർജി എന്ന് കണ്ടാലേ, പൊട്ടൻഷ്യൽ എനർജി മാഗ്നറ്റിക് ഡൈപോൾ എന്ന് കണ്ടാൽ നിങ്ങൾ -mb cos θ എന്ന് എഴുതുക. എന്നിട്ടേ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ മാത്രമല്ല, കണ്ടീഷൻ ഫോർ മാക്സിമം പൊട്ടൻഷ്യൽ, മിനിമം പൊട്ടൻഷ്യൽ. മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ആവുന്നത് എപ്പോഴാണെന്നറിയോ? ഇതിപ്പം ഈ കാന്തം ഇങ്ങനെ, ഇതിനകത്ത് കാന്തിക ലൈൻ ഇങ്ങനെ, ഇതിനകത്തിപ്പം ഇവരുടെ അലൈൻമെൻറ്റ് ഇപ്പം ഇത് മാഗ്നറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ, സൗത്ത് നിന്ന് നോർത്തേക്ക്. അപ്പം ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ എന്താ പറയുക, മാഗ്നറ്റിക് ഡൈപോളും എന്താണ്? സൗത്ത് നിന്ന് നോർത്തേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ? ഇതും ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ എന്താണ്? 0 ആണ്. അപ്പം മാഗ്നറ്റിക് ഡൈപോൾ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പോൾ cos 0 എന്ന് വരും. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം -mb എന്ന് വരും. അതാണ് അതിൻ്റെ മിനിമം പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായില്ലേ? അപ്പം മിനിമം പൊട്ടൻഷ്യൽ എനർജിയിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പം ഡൈപോളിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഒരുപോലെയാണെങ്കിൽ അവർ പ്രശ്നമൊന്നുമില്ല. ഇനി തിരിച്ചാണെങ്കിലോ? അപ്പം ഇത് സൗത്ത് നോർത്ത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഡൈപോളിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ കാന്ത ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ? θ 180 അല്ലേ?
തീറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ തീറ്റ 180 ആണ്. അപ്പോൾ കോസ് 180 എന്ന് വരൂലേ, പൊട്ടൻഷ്യൽ എനർജി മൈനസ് എം ബി കോസ് 180 എന്ന് വരൂലേ. കോസ് 180 എന്ന് പറഞ്ഞാൽ മൈനസ് എം ബി -1 ആണ്. അപ്പം മൈനസും മൈനസ് കൂടി പ്ലസ് ആയില്ലേ, പ്ലസ് എം ബി എന്ന് വന്നില്ലേ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയില്ലേ. അപ്പം തീറ്റ 180 ആകുമ്പോഴാണ് മാക്സിമം പൊട്ടൻഷ്യൽ. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കൂ, തീറ്റ 180 ആകുമ്പോഴാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, തീറ്റ 0 ആകുമ്പോൾ മിനിമം പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? അപ്പം അതിനകത്ത് അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുകളിലോട്ട് പോകാനുള്ളത് മെറ്റീരിയൽസ് ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫെറോ മാഗ്നറ്റിക്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സിമ്പിളാണ് സംഗതി. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയേണ്, കൊബാൾട്ട്, നിക്കൽ, ഫെറോ ആണ് കേട്ടോ. അയേണ്, കൊബാൾട്ട്, നിക്കൽ, ഫെറോ. ബിസ്മത്ത് എന്താണ്? അതിനകത്ത് ഫെറോ മാഗ്നറ്റിക് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം അതിനകത്ത് അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് വിച്ച് അമംഗ് ദ ഫോളോയിങ് നോട്ട് എന്ന് ചോദിച്ചാൽ ബിസ്മത്താണ്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തീർക്കണം ഈ ഒരു മാഗ്നറ്റിസം. ഇതിനകത്ത് പിന്നീട് 2023 ചോദിച്ചിരിക്കുന്നത് സസെപ്റ്റിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. സസെപ്റ്റിബിലിറ്റി എന്നൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടിത്തരിച്ച് നിൽക്കേണ്ട. ഇതെന്താണെന്നറിയോ? ഒരു വസ്തുവിന് കാന്തമായി മാറാനുള്ള ഒരു സാധ്യത. സസെപ്റ്റിബിലിറ്റി എം എന്ന് പറഞ്ഞാൽ എന്താണ്? Intensity of magnetization. It is the ratio of intensity of magnetization to the magnetic intensity or magnetizing field H. അപ്പം ഇതാണ് നമ്മുടെ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താ പറയുക, ഇത് കുറച്ച് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദി, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ഇത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദി മാഗ്നറ്റൈസിങ് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അതായത് ആ ഫീൽഡിന് എത്രത്തോളം നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാന്തമാക്കി, ഒരു ഇരുമ്പിനെ, ഇതൊരു കാന്തമാണ്, അതിൻ്റെ അടുത്തേക്ക് ഒരു ഇരുമ്പ് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിലെത്ര കാന്തമായിട്ട് ഇതിനകത്ത് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകും, ഇതെത്ര കാന്തമായി മാറും പെർ യൂണിറ്റ് വോളിയം, അതിനകത്ത് എത്ര മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. കാരണം ഇവിടെ കാന്തമാണല്ലോ, അപ്പോൾ ഇതിനകത്തൊരു കാന്തമാക്കി മാറ്റുമല്ലോ. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ അടുത്തേക്ക് ഒരു കാന്തമാകാൻ സാധ്യതയുള്ള വസ്തുവിനെ കൊണ്ടുവന്നാൽ, താല്പര്യമുള്ള വസ്തുവിനെ കൊണ്ടുവന്നാൽ അതിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അതെത്ര ഡെവലപ്പ് ചെയ്യും? ഇനി ഇതിനെത്ര ശക്തി ഉണ്ട് അതിൻ്റെ കാന്തമാക്കി മാറ്റാൻ? ഈ കാന്തത്തിനൊരു ശക്തി ഉണ്ടാവുമല്ലോ, മാഗ്നറ്റൈസിങ് എന്താ പറയുക, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഓർ മാഗ്നറ്റൈസിങ് ഫീൽഡ് H. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയോട് ഒന്നും തല തിരിയേണ്ട നിങ്ങൾ. ഇത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയും. അപ്പം ഇത് ഒരു വസ്തു കാന്തമായി മാറുന്നത് എത്ര അളവിലാണ് എന്നുള്ളതിനെയും, ഇത് ആ കാന്തത്തിന് ഇത് എത്ര കാന്തമായി മാറി എന്നുള്ളത് ക്യാപിറ്റൽ എമ്മും, ഇത് കാന്തമാക്കി മാറ്റാൻ ഈ കാന്തത്തിനുള്ള ശക്തിയെ എച്ചും ആയി അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. മുകളിൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അപ്പം അതിനകത്ത് എളുപ്പമാണ്. ഇതിനകത്ത് കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ ഇതിനകത്ത് അതും നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സസെപ്റ്റിബിലിറ്റി മറക്കണ്ട. ഞാൻ ഒന്നുകൂടി പറയാം. ആകെ സസെപ്റ്റിബിലിറ്റി കേട്ട് ആകെ സസെപ്റ്റിബിളായി നിങ്ങൾ ആകെ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ട്രിക്കെന്ന്. അപ്പോൾ ഇതിനകത്ത് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എം ബൈ എച്ച് അല്ലേ? അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അവിടെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് എന്ന് ഓർത്തുക. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇറ്റ് ഈസ് ദ റേഷ്യോ, ബൈ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണല്ലോ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഓർ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പം അതിനകത്ത് അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം അതിനകത്ത് ഉള്ളത് എവിടെയാണ് ഇതിനകത്ത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ചോദിച്ചു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, അതിന് കാന്തമായി മാറാനുള്ള കഴിവ് എന്താണ്? വെരി ഹൈ ആണ്. അതിനകത്ത് സസെപ്റ്റബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഹൈ ആണ്. അതിനകത്ത് സസെപ്റ്റബിലിറ്റി കൂടുതലാണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്താണ്? അപ്പോൾ സസെപ്റ്റബിലിറ്റി സ്മോൾ ആൻഡ് നെഗറ്റീവ്, ഇത് ലാർജ് ആൻഡ് പോസിറ്റീവ് കേട്ടോ. ഇത് ലാർജ് പോസിറ്റീവാണ് ഫെറോ മാഗ്നറ്റ്. അപ്പോൾ സസെപ്റ്റബിലിറ്റി ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ഫോർ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി ഇതിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻ പിന്നീട് എന്താണ്? ഡിഫൈൻ, അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ.
ഇതിനകത്ത് നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കൂടാ. അതിനകത്ത് നിങ്ങൾ സബിലേക്ക് കമന്റ് ചെയ്തോ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ. മാത്സിലൊക്കെ ട്രിക്കുകളുടെ പൊടി പൂര ഇനി അങ്ങോട്ട് വരാൻ പോവാ. ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, നമ്മൾ തൂക്കിയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് മെൻഷൻ ദ ബിഹേവിയർ ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെൻ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇതിനകത്ത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താ സംഭവിക്കുക? അതൊരു കാന്തത്തിൻ്റെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കാന്തത്തിൽ നിന്ന് എന്ത് ചെയ്യും? അകലാൻ ശ്രമിക്കും. ഇറ്റ് എക്സ്പീരിയൻസ് എ വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. നമ്മൾ കാന്തമായി മാറാൻ താല്പര്യമില്ലാത്ത ആളുകളെ വെറുതെ കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിങ്ങോട്ട് വരില്ല, അത് അങ്ങോട്ട് പോകുന്നേ. സ്ട്രോങ് റിപ്പൾഷൻ. അപ്പോൾ കാന്തമായി മാറാൻ താല്പര്യമില്ലാത്ത വസ്തുക്കളാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇറ്റ് എക്സ്പീരിയൻസ് വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഫ്രം ദി ഗിവൺ. ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇതെല്ലാമായ ഈ ചാപ്റ്ററിൻ്റെ എല്ലാമായ നമ്മുടെ സ്വന്തം നമ്മുടെ ഡയാമാഗ്നറ്റിക് ആണ്. ഇത് നമ്മുടെ പാരാമാഗ്നറ്റിക് ആണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഡയാമാഗ്നറ്റിക്കിനാണോ അതോ പാരാമാഗ്നറ്റിക്കിനാണോ? ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഫ്രം ബിലോ ഗിവൺ. ഇത് ഡയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡയ ആണ്. കണ്ടോ ഈ പുറത്തേക്ക് ലൈൻസ്, ഇത് ലൈൻസ് അകന്നു പോകുന്നു. ഇതിന് കാന്തമായി മാറാൻ താല്പര്യമില്ല. അതിൻ്റെ കാന്ത ലൈൻസിനെ അത് കടത്തിവിടാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലോ അത് കണ്ടോ, ഇത് പുറത്തുകൂടി പോകുന്ന ലൈൻസിനെ പുറത്തുകൂടി പോകുന്ന ലൈൻസിനെ ഇതിൻ്റെ ഉള്ളിലേറ്റ് പെട്ടെന്ന് കടത്തിവിടുന്നു. കണ്ടോ? അപ്പോൾ ഇതിന് പാരാമാഗ്നറ്റിക് ആണ്, ഇത് പാരാമാഗ്നറ്റിക് ആണ്, മറ്റത് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഈ ചിഹ്നം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിലും അടുത്തത് എന്താവും? ഇതിനകത്തേക്ക് സ്ട്രോങ് ആയിട്ട് കടത്തിവിടുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ ഇത്രയും ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താവും? ഇത് അടുത്തേക്ക് വരുന്നു. കണ്ടില്ല, ഇതിനകത്തേക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്ത് മാഗ്നറ്റിക് ലൈൻസിനെ ഇത് കടത്തിവിടുന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് അതിനകത്ത് പഠിക്കുവാനുള്ളത് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതിനെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ പെർ മീറ്റർ ആണ് കേട്ടോ. അപ്പം അതിനകത്ത് നിങ്ങൾ മറക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആംബിയർ പെർ മീറ്റർ ആണ്. ആംബിയർ പെർ മീറ്റർ. അപ്പോൾ അത് മറക്കേണ്ട നിങ്ങൾ. ഓക്കെ. പിന്നീട് ഇതിനകത്ത് അങ്ങോട്ട് മാറിയ ക്വസ്റ്റ്യൻ ഇതിനകത്ത്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് പോയോ നോക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ദ ഫിഗർ ബിലോ ഷോസ് ബാർ ഓഫ് ഡാഷ് മെറ്റീരിയൽ. ഇതെന്താണ്? ഞാൻ പറഞ്ഞു പുറത്തേക്കല്ലേ ലൈൻസ്. ഇതെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഇവിടെ അടുത്തുള്ള ലൈൻസിനെ പോലും അത് ഉള്ളിലോട്ട് കടത്തിവിടാൻ അതിനകത്ത് താല്പര്യമില്ല. കണ്ടില്ലേ, ഇവനെ അതിൻ്റെ കാന്തിക ലൈൻസുകളെ അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാൻ താല്പര്യമില്ല. ഇവൻ പറയുന്നത് നീ ഇതിനകത്ത് വരേണ്ടതുണ്ടോ? ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് കണ്ടോ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരം മെറ്റീരിയലാണ് ഡയാമാഗ്നറ്റിക്. അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ്. ഇവർക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണ്? സസെപ്റ്റിബിലിറ്റി താല്പര്യമില്ല, സ്മോൾ ആൻഡ് നെഗറ്റീവാണ്. പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണ്. കടത്തിവിടാൻ താല്പര്യമില്ല. കണ്ടില്ലേ, പെർമിറ്റ് ചെയ്യുന്നില്ല കാന്തിക ലൈനുകളെ. അപ്പോൾ ഇതിനകത്ത് ഈ അടുത്തത് മാഗ്നറ്റൈസിങ് നീഡിൽ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ടോർക്ക് ബട്ട് നോ നെറ്റ് ഫോഴ്സ്. എൻ അയൺ നെയിൽ നിയർ എ ബാർ മാഗ്നറ്റ് അവർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ അഡീഷൻ ടു ടോർക്ക്. വൈ? ഇതെന്താണ്? മാർച്ച് 2020. ഇത് കുറച്ച് കുഴക്കുന്ന ചോദ്യമായിരുന്നു. മാഗ്നറ്റൈസിങ് നീഡിൽ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ടോർക്കാണ്, നെറ്റ് ഫോഴ്സ് ഇല്ല. അയൺ നെയിൽ നിയർ ബാർനെറ്റ് അവർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, രണ്ടും ഉണ്ട്. അപ്പോൾ നെറ്റ് ടോർക്ക് ഉണ്ട്, നെറ്റ് ഫോഴ്സ് ഇല്ല. ടോർക്ക് ഉണ്ട്, ഫസ്റ്റ് കേസിൽ ടോർക്ക് ഉണ്ട്, നോ നെറ്റ് ഫോഴ്സ്. അതായത് അത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ടോർക്ക് മാത്രമാണ്, നെറ്റ് ഫോഴ്സ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ രണ്ടുണ്ടെങ്കിലോ? എൻ അയൺ നിയർ ബാർ മാഗ്നറ്റ് അവർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ അഡീഷൻ ടു ടോർക്ക്. അവിടെ ടോർക്കും ഉണ്ട്, ഫോഴ്സും ഉണ്ട്. അപ്പം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? നോൺ യൂണിഫോം. അപ്പം നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് ചെയ്യുന്നത്? അത് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇതിനകത്ത് എന്ത് വരുന്നത്? ടോർക്കും ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ബാർ മാഗ്നറ്റ് കാരണം ഇവിടെ അയൺ വെച്ചിരിക്കുന്നത്, ഈ ഇരുമ്പാണി വെച്ചിരിക്കുന്നത് ബാർ മാഗ്നറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ അതിന് ടോർക്കും ഉണ്ട്, ഫോഴ്സും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആ ബാർ മാഗ്നറ്റിൻ്റെത് നോൺ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിനകത്ത് റീസൺ. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ആദ്യത്തെ കേസിൽ അവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ടോർക്ക് മാത്രമേ ഉള്ളൂ, ഫോഴ്സ് ഇല്ല. അടുത്തത് അവിടെ എന്താ പറയുന്നില്ല, അവിടെ രണ്ടുണ്ട്, ടോർക്കുണ്ട്, ഫോഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത്
പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഇക്വറ്റോറിയലിലും അതുപോലെ തന്നെ ആക്സിയലിലും ഒക്കെ ഉള്ള ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കാണാനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയലാണിത്. മനസ്സിലായില്ലേ? ബി ഇസ് ഈക്വൽ ടു ബി ഇക്വറ്റോറിയൽ ആണ് ഫസ്റ്റത്തത്. μ0/4π × m/r³. അത് എത്രയാണ്? അപ്പം μ0 അവിടെ 10 μ0/4π വാല്യൂ നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് അറിയാം 10⁻⁻7 ആണ്. അതങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കാം. എം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്ററും ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്ററും. അപ്പം അത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? മാഗ്നറ്റിക് മൊമെൻറ്റ് എം തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? എം തന്നിട്ടുണ്ട്. ദ മാഗ്നറ്റിക് മൊമെൻറ്റ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിയൽ ബാർ മാഗ്നറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് മാറ്റുക? 6 എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 × 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻. അപ്പോൾ നിങ്ങൾ 50 സെൻറ്റിമീറ്ററിന് ആദ്യം നിങ്ങൾ എന്താക്കുക? സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുക. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50/100 0.5 മീറ്റർ ആവും. അപ്പോൾ 0.5 × 0.5 × 0.5ൻ്റെ ക്യൂബ് എടുക്കുക. മനസ്സിലായോ? എന്നിട്ട് അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ചെയ്ത് അതിൻ്റെ ആൻസർ ഇത് കിട്ടും. പിന്നെ ഇക്വറ്റോറിയൽ എന്താണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്ത്? ആക്സിയലിൽ. അപ്പോൾ ഇക്വറ്റോറിയലിൽ 3.2 × 10⁻⁻7 കിട്ടിയാൽ ആക്സിയൽ കിട്ടാൻ എളുപ്പമാണ്. അതിൻ്റെ ഡബിളാണ് 2m/r³ എന്ന് എഴുതുക. എന്നിട്ട് പിന്നെ വാല്യൂ 2 × ഇതിൻ്റെ ആദ്യത്തിൻ്റെ ഡബിൾ. അപ്പോൾ ആക്സിയലിൽ കിട്ടുന്നതിൻ്റെ ഡബിളാണ്. കണ്ടോ? ഇവിടെ m/r³ ആണെങ്കിൽ ഇവിടെ 2m/r³ ആണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പം നമ്മൾ കുറേ നേരമില്ലേ? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? അതിനകത്ത് ഇതാണ്. ഇത് ഏത് ലോ ആണ്? ഇതിനകത്ത് ഇങ്ങനെയും ചോദിക്കാം. ഇൻ്റഗ്രൽ B.ds0. ഇതും ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ല, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇൻ്റഗ്രൽ B.ΔS സിഗ്മ B ΔS ഇങ്ങനെയും കാണിക്കാം കേട്ടോ. സിഗ്മ B ΔS ഇതും എന്താണ്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകുവാനുള്ളത് ഇതേത് സബ്സ്റ്റൻസ് ആണ്? ഐഡൻറ്റിഫൈ ദ പാരാമാഗ്നറ്റിക്. ഇതിലേതാ പാരാമാഗ്നറ്റിക്? പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ലൈനുകളെ അതിൻ്റെ അടുത്തേക്ക് കടത്തിവിടുന്നതാണ് പാരാമാഗ്നറ്റിക്. പിന്നെ സസെപ്റ്റിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് പി. അപ്പോൾ ഇതിനകത്ത് പിയുടെ സസെപ്റ്റിബിലിറ്റി എന്താണ്? ഇതിന് കാന്തമായി മാറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? സ്മോൾ ആൻഡ് നെഗറ്റീവ്. സസെപ്റ്റിബിലിറ്റി എന്താണ്? സ്മോൾ ആൻഡ് നെഗറ്റീവ്. അപ്പം ഇതിൻ്റെ നെഗറ്റീവാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റേതാണ് ചോദിച്ചത്, പിയുടെ കേട്ടോ. സബ്സ്റ്റൻസ് പി സസെപ്റ്റിബിലിറ്റി അത് ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് നെഗറ്റീവ്. ഡിഫൈൻ മാഗ്നറ്റൈസേഷൻ ആൻഡ് ഗീവ് ഇറ്റ്സ് ഡയമെൻഷൻ. മാഗ്നറ്റൈസേഷൻ എന്താടാ? മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അതാണ്. അപ്പം മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈസേഷൻ എം ഒരു വെക്ടറാണ്. അത് ഈസ് ഈക്വൽ ടു നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി എഴുതുക. ഇറ്റ് ഈസ് എ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. ഇറ്റ് ഈസ് എ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ അതിനകത്ത് അതും നിങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട്, യൂണിറ്റ് ഡയമെൻഷൻ അതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് ഡയമെൻഷൻ വരുന്നത്? നമുക്ക് വരുന്നത് ഇവിടെ ആംബിയർ മീറ്റർ സ്ക്വയർ വോളിയം മീറ്റർ ക്യൂബാണ്. അപ്പോൾ അതിനകത്ത് ആംബിയർ മീറ്റർ -1 ആംബിയർ പെർ മീറ്റർ. അപ്പം അതിൻ്റെ ഡയമെൻഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് മാർച്ചിൽ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വന്നിരിക്കുന്നു. പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് ഇതിനകത്ത്? അപ്പം നിങ്ങൾ പറയൂ, ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി ഒന്നും ഇനി മറക്കണ്ട. ഇതിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി എന്താണ് ഇതിനകത്ത് വരുന്നത്? ബാക്കി ഡയക്ക് എന്താ വരിക? ഡയ എന്ന് പറഞ്ഞാൽ കാന്തമായി മാറാൻ താല്പര്യമില്ല. ഇറ്റ് എക്സ്പീരിയൻസ് വീക്ക് റിപ്പൾഷൻ ഫ്രം എ മാഗ്നറ്റ്. പാര ഇറ്റ് എക്സ്പീരിയൻസ് സ്മോൾ അട്രാക്ഷൻ. ഫെറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസ് സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ്. പിന്നീട് അപ്പോൾ അത് കഴിഞ്ഞു, അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു. ഇത് റിപ്പൾഷൻ ആണ് ഇവിടെ, വീക്ക് റിപ്പൾഷൻ ഫ്രം എ മാഗ്നറ്റ്. ഇത് വീക്ക് അട്രാക്ഷൻ ഇൻ ടുവേർഡ്സ് ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ ടു സ്ട്രോങ്ങർ ഫീൽഡിലോട്ട് മാറും. വീക്ക് അട്രാക്ഷൻ ആണ്. ഇത് സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ് ആണ്. ഇതെന്താണ്? ഇത് സസെപ്റ്റിബിലിറ്റി എന്താണ്? ഇതിൻ്റെ സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് നെഗറ്റീവാണ്. ഇതിൻ്റെ സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് പോസിറ്റീവാണ്. ഇത് ലാർജ് ആൻഡ് പോസിറ്റീവാണ്. ഇനി ഇതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി നോക്കുക. ഇതിൻ്റെ എന്താണ്? റിലേറ്റീവ്
റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1, ഇതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണ്? സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1, ഇത് ലാർജ്ലി ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായാലും ഇതിൻ്റെ വെരി ഹൈ ആണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. പിന്നെ എക്സാമ്പിൾസ് ഇതിനകത്ത് നമ്മൾ എന്താ പഠിച്ചിരുന്നത്? വാട്ടർ, ഗോൾഡ് എന്നൊക്കെ പഠിച്ചിരുന്നു, ഇതിനകത്ത് അലൂമിനിയം എന്നൊക്കെ പഠിച്ചിരുന്നു, ഇതിനകത്ത് അയൺ, കൊബാൾട്ട്, നിക്കൽ എന്നൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. അതിനകത്ത് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണ്? വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്? എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഒരു സർഫസിനെ ക്രോസ് ചെയ്ത് പോകുന്ന, പെർപെൻഡിക്കുലറായിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന ലൈൻസിൻ്റെ എണ്ണം. ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിച്ച് ക്രോസ് പെർപെൻഡിക്കുലർ വിച്ച് പാസസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, അല്ലെങ്കിൽ വിച്ച് ക്രോസസ് ദ സർഫസ് പെർപെൻഡിക്കുലർലി. അപ്പം ഒരു സർഫസിനെ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. ഒരു സർഫസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ലൈൻസ്, അതിനെ മാഗ്നറ്റിക് ലൈൻസ് അതിനെങ്ങനെ ക്രോസ് ചെയ്ത് പോകുമല്ലോ, പോകും. അപ്പോൾ എത്ര ലൈൻസ് ഉണ്ട്? ഇവിടെ 5 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതാടാ ഫ്ലക്സ്. എത്ര ലൈൻസ് ഒരു സർഫസിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, ആ ലൈൻസിൻ്റെ എണ്ണം. അപ്പോൾ എങ്ങനെയാണിത് മെഷർ ചെയ്യുക? ഇത് മെഷർ ചെയ്യുന്നത് ഈ കാന്തം ഭയങ്കര ശക്തി ഉണ്ടെങ്കിൽ ഒരുപാട് ലൈൻസ് പോകില്ലേ? അപ്പം ഫ്ലക്സ് എന്തിനനുസരിച്ചാണ്? കാന്തത്തിനനുസരിച്ചാണ്. ഈ വലിയ പ്ലേറ്റ് ആണെങ്കിൽ ഒരുപാട് ലൈൻസ് ഇതിലൂടെ പോകില്ലേ? പോകും. അപ്പോൾ ഏരിയക്കും അനുസരിച്ചാണ് ഫ്ലക്സ്. ഇനി എന്തിനനുസരിച്ചാണ്? ഇതിൻ്റെ ആംഗിൾ നമ്മൾ പിടിക്കുന്നതിനനുസരിച്ചാണ് ഇതിലെ ലൈൻസ് തുളച്ച് കയറി പോവുക. അപ്പം കോസ് തീറ്റക്കും അനുസരിച്ചാണ്. അപ്പോൾ φ = BA cos θ എന്നാണ് നിങ്ങൾ അതിനകത്ത് മെഷർമെൻറ്റ് കാര്യങ്ങൾ പറയേണ്ടത്. cos θ is the angle between the magnetic field and area vector. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഇതൊക്കെ വളരെ സിമ്പിളാക്കിയിട്ട് രസകരമായിട്ടൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകും കേട്ടോ. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ പറയാം. പിന്നീട് ഇതിനകത്ത് ഗോസസ് ലോ മാഗ്നറ്റിസം വന്നു, കമ്പയർ, പാരാ, ലയ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ്, ഇതിനകത്ത് 2025 വന്നതാ, കഴിഞ്ഞ പബ്ലിക് എക്സാമിന്. ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ആക്സിസ് 30 ഡിഗ്രി വിത്ത് യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് 0.3 ടെസ്ല, എക്സ്പീരിയൻസ് എ ടോർക്ക് ഓഫ് മാഗ്നറ്റ്യൂഡ് ഈക്വൽ ടു 5 × 10⁻⁻² കേട്ടോ. ഇത് 10⁻² എന്നല്ല, അതിനകത്ത് അത് എന്താണ്? 5 × 10⁻² എന്നാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതിനകത്ത് ഇത് 5 × 10⁻² കേട്ടോ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്. അപ്പം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ തന്നിട്ടുണ്ട്, θ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. വിത്ത് എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B തന്നിട്ടുണ്ട് 0.3 ടെസ്ല. ടോർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് M ആണ് ചോദിച്ചിരിക്കുന്നത്, മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ അല്ലേ, ടോർക്ക് = MB sin θ. അതിന്ന് M ആണ് ചോദിച്ചത്. അപ്പം M = ടോ ബൈ ഈ B sin θ ഇങ്ങോട്ട് കൊണ്ടുവരിക. ടോർക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 5 × 10⁻². ടോർക്ക് അവിടെ തന്നിട്ടുണ്ട് 5 × 10⁻² കേട്ടോ. അത് 10⁻² അല്ല. പിന്നെ അത് തന്നിട്ടുണ്ട്. പിന്നെ B എന്താണ്? ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ടോർക്ക് എന്ന് പറഞ്ഞാൽ MB sin θ എന്നാണ്. അതങ്ങ് പഠിച്ചു വെക്കണം. ടോർക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ടോർക്ക് എന്ന് പറയുന്നുണ്ട്, കണ്ടാ? ഇവിടെ ടോർക്ക്, ഇതാ ഡയറക്റ്റ് ടോർക്ക്. പിന്നെ മാഗ്നറ്റിക് മൊമെൻറ്റാണ് ചോദിച്ചത്, അപ്പോൾ ഇതാണ് കാണാൻ. ഇനി ഇതും തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്. ഈ ടെസ്ല T എന്ന് പറയുന്നത് എന്താ പറയുക? മാഗ്നറ്റിക് ഫീൽഡാണ്. പിന്നെ sin θ ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പോൾ sin 30 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അത് കൊടുക്കുക. പിന്നെ ടോർക്ക് = ഇതാണ് കാണാൻ. അപ്പോൾ ഇയാളെ ഈ B sin θ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് അടിക്ക് വരും. M = ടോ ബൈ B sin θ എന്ന് വരും. എടാ ഈ B sin θ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അടിക്കാവും. അപ്പോൾ അത് തന്നെ ടോ ബൈ B sin θ ആവും. ടോർക്ക് കൊടുത്തു, B sin θ അതിൻ്റെ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ആൻസർ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. മനസ്സിലായില്ലേ? ആദ്യം സംഖ്യകൾ 5/0.3, ആദ്യം 0.3 × 5 ചെയ്യാം. അപ്പോൾ ഒരു വാല്യൂ കിട്ടുമല്ലോ, 15 എത്ര കിട്ടും? 0.15. അപ്പോൾ 5/0.15 ചെയ്യാം. അപ്പോൾ നമുക്കിത് വാല്യൂ കിട്ടും. 5/0.15 ഇൻറ്റു എന്ത് കിട്ടും? ഇൻറ്റു പിന്നെ അവിടെ വാല്യൂസ് ഉണ്ട്, 10⁻² എന്ന് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് വാല്യൂ കിട്ടും. 1/3 എന്നല്ലേ കിട്ടും. അപ്പോൾ 0.33 15. പിന്നെ അപ്പം അതിനകത്ത് ഇത് മുകളിൽ ഇവിടെ 5/15 10⁻² വരും. അപ്പോൾ അത് ക്യാൻസലായി പോകും. 5/15 എന്ന് പറഞ്ഞാൽ 1/3 0.33. പിന്നെ യൂണിറ്റ് എഴുതണം കേട്ടോ, ആംബിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ആംബിയർ മീറ്റർ സ്ക്വയർ.
റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്താടാ മ്യൂ ആർ ലെസ് ദാൻ 1 ആണ്. ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി. ഞാൻ നേരത്തെ നമ്മൾക്ക് ഇത് രണ്ടാമത് റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും. പെർമിയബിലിറ്റി എന്താണ്? പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു 1 പ്ലസ് സസെപ്റ്റിബിലിറ്റി. അതിനകത്ത് ഇങ്ങനെയാണ് അതിനകത്ത് നമ്മൾ എഴുതേണ്ടത് മക്ക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെറ്റായി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ. പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണ്. അത് ഏത് മെറ്റീരിയലാണെന്ന്? ലെസ് ദാൻ 1 ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് അല്ലേ, കാന്തത്തിൻ്റെ ലൈനുകളെ കടത്തിവിടില്ല. പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണ്, കുറവാണ്, അപ്പോൾ ഡയാമാഗ്നറ്റിക്. മനസ്സിലായല്ലോ. ഇനി അതിനകത്ത് പിന്നീട് ചോദിച്ചത് ഇതേത് മെറ്റീരിയലാണ്. ഇത് ഒരുപാട് റിപ്പീറ്റ് അല്ലേ ഡയാമാഗ്നറ്റിക്. അതിൻ്റെ 2 പ്രോപ്പർട്ടീസൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഫോർ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഫോർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്? അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ആണ്. അതെന്താണ്? ഇറ്റ് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇതിനകത്ത് അത് തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പം ബി ഇസ് ഈക്വൽ ടു, പഠിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളാകെ ഞെട്ടിത്തിരിഞ്ഞിരിക്കണ്ട. ഇതിനകത്ത് എന്താണെന്നറിയോ? ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്നറിയോ? ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അടിപൊളി ട്രിക്ക് ഞാൻ പറഞ്ഞത്. ഇതെന്താ മായത്തത്? പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, എവിടെ അത്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് വൈറ്റ് ബോർഡ് ആയതുകൊണ്ട് പേനൊന്നും അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു, ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്യുക. ഒന്ന് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും, മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 M പ്ലസ് എച്ച്. അപ്പോൾ അത് അതിനകത്ത് മനസ്സിലായി. പിന്നെ നിങ്ങൾ സസെപ്റ്റബിലിറ്റി, ഡയാമാഗ്നറ്റിക്, ഇതൊക്കെ എത്രയോ റിപ്പീറ്റാണ്, ഞാൻ പറയുന്നില്ല. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വീണ്ടും റിപ്പീറ്റ് അടിച്ചതാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ഡൈപോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആംബിയർ മീറ്റർ സ്ക്വയർ ആട്ടത്, ആംബിയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ബി. പിന്നീട് നമ്മളിതിനകത്ത് ഇതൊന്നും ഞാൻ പറയുന്നേ ഇല്ല. ഐഡൻറ്റിഫൈ ദ മെറ്റീരിയൽ, ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇത് എത്രയോ തവണ ഗോസസ് ലോ പറയേണ്ട ആവശ്യമില്ല. 2 സബ്സ്റ്റൻസാണ് ഇത്. ഇതിനകത്ത് നോക്കാം. 2 സബ്സ്റ്റൻസ്, ഒന്ന് പി ആണ്, മറ്റൊന്ന് ക്യൂ ആണ്. ഹാവ് ദെയർ റിലേറ്റീവ് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആണ്. അപ്പം ഒന്ന് എന്താണ്? സ്ലൈറ്റ്ലി ഗ്രേറ്റർ. മ്യൂ ആർ എന്താണ്? ഒന്നിനേക്കാളും വലുതാണ്. മറ്റൊന്ന് എന്താണ്? മ്യൂ ആർ ലെസ് ദാൻ 1 ആണ്. നമ്മൾ സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അടുത്തതാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇനി 2 സബ്സ്റ്റൻസ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പി ആൻഡ് ക്യൂ എന്തുണ്ട്? പി ക്യൂ. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കേട്ടോ, ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്തെന്നറിയോ? റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആണ്. ഒന്നിൻ്റെ എന്താണ്? പീൻ്റെ നോക്കിക്കോളൂ നിങ്ങൾ, എന്താണ്? സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആണ്. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. ഇനി ക്യൂൻ്റെ എന്താണ്? പെർമിയബിലിറ്റി കുറവുമാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഡു യു കൺക്ലൂഡ് അബൌട്ട് പി എന്താണ്, ക്യൂ എന്താണ്? നമുക്കറിയാം ക്യൂ എന്താണ്? പെർമിയബിലിറ്റി കുറവാണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് ആണ്. പെർമിയബിലിറ്റി ഒന്നിനേക്കാൾ കൂടുതൽ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. കൂടുതൽ, ചെറുതായിട്ട് കൂടുതലാണെങ്കിൽ പാര, ഭയങ്കര കൂടുതലാണെങ്കിൽ ഫെറോ. പഠിച്ചതല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്? ഇനി ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയതുകൊണ്ട് ഇങ്ങനെ ഫാസ്റ്റ് പോകുന്ന കേട്ടോ. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ്, ഇതുപോലെ ഒന്നുമല്ല. അപ്പോൾ വളരെ സിമ്പിളാക്കിയിട്ട് അതിനകത്ത് കാര്യങ്ങൾ പറയുക. അതിനകത്ത് അത്രയും സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെറുതെ അല്ല നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുക. നിങ്ങൾ മനസ്സിലാക്കണം. ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം എന്താടാ? ഞാൻ എത്രയോ പറഞ്ഞില്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, എം നെറ്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. പിന്നെ ഇതിനകത്ത് ഫെറോ മാഗ്നറ്റിക് അറ്റ് ഹൈ ഇനഫ് ടെമ്പറേച്ചർ ഫെറോ മാഗ്നറ്റിക് ബിക്കം എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എന്തായി മാറും? ടെമ്പറേച്ചർ, ഒരു പ്രത്യേക ടെമ്പറേച്ചർ, ക്യൂറി ടെമ്പറേച്ചർ എന്നാണ് അത് അറിയപ്പെടുക. അപ്പോൾ അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് എന്തായി മാറും? പാരാമാഗ്നറ്റിക് ആയി മാറും. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായി മാറും? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയി മാറും. അപ്പോൾ ചിലപ്പം ചോദിക്കാറുണ്ട്, ആ ടെമ്പറേച്ചറാണ് ക്യൂറി ടെമ്പറേച്ചർ.
അപ്പോൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് ആകുന്ന ടെമ്പറേച്ചറാണ് ക്യൂറി സബ്സ്റ്റൻസ്. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അതെല്ലാവർക്കും അറിയാം. മാഗ്നറ്റിക് മോണോപോൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇഫ് മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റഡ്, അപ്പോൾ ഗോസസ് ലോ ഇങ്ങനെയാണ് വരിക. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഗോസസ് തിയറം ബി ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്, ക്യൂ ബൈ അപ്സിലോൺ സീറോ എന്നല്ലേ എഴുതുക. ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ അപ്സിലോൺ സീറോ. അപ്പം മാഗ്നറ്റിക്സിൽ എന്താ വരിക? അത് മ്യൂ സീറോ ഇൻറ്റു ക്യൂ എം എന്നാണ് വരിക. മനസ്സിലായില്ലേ? ഇതാ പോളിൻ്റെ, അതിനകത്ത് പോളിൻ്റെ സ്ട്രെങ്ത് ആണ് ഇതിനകത്ത്, ഓക്കെ, ചാർജാണ് ഇതിനകത്ത്. അപ്പം ഇതാണ് ഇതിനകത്ത് എന്ത് വരുന്നത്, മ്യൂ സീറോ ഇൻറ്റു ക്യൂ എം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് എന്ത് വരിക. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള സംഭവങ്ങൾ. പിന്നീട് ഇതിനകത്ത് എന്താണ്, അപ്പം മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ മ്യൂ സീറോ ഇൻറ്റു അതിനകത്തുള്ള മാഗ്നറ്റിക്കിൻ്റെ ഒരു മാഗ്നറ്റിക് പോളിൻ്റെ സ്ട്രെങ്ത് അതിനനുസരിച്ചു. ദെൻ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഒക്കെ അറിയുന്നതാണ്. കമ്പയർ ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, പെർമിയബിലിറ്റി, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ഒക്കെ അറിയാം. സോ നമ്മൾ ഇതിനകത്ത് ഫിനിഷ് ചെയ്തിട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതുപോലെ ഓരോ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ഇതിപ്പം 15 വർഷത്തേതാണ്, 15 പേപ്പേഴ്സ്, 15 വർഷത്തിലെ 5 വർഷത്തെ 15 പേപ്പേഴ്സ്. അപ്പോൾ ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോഴേ നിങ്ങൾ വേറെ ലെവലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.